വീണ്ടും സ്വാഗതം. ഇന്ന് ആവണി അവിട്ടമാണ്, ശ്രാവണ മാസത്തിലെ അവിട്ട നക്ഷത്രം വരുന്ന ദിവസം. അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ബ്രാഹ്മണർ അവരുടെ ഒരു ആചാരം എന്നുള്ള നിലയിൽ അവരെ കൊണ്ടാടുന്ന ഒരു മാസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ബ്രാഹ്മണ ധർമ്മം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ലോകത്ത് ബാക്കി എല്ലാവരും അവരുടേതായ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു ജീവിതം. ഇപ്പോൾ എന്താണ് ഒരു ഇന്ത്യൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് അഹിംസയും എന്തുവാണ് ആ ഒരു അനീതിയും ഒന്നുമില്ലാത്ത ഒരു മൂഡ് ഓഫ് ജീവിതമാണ് ജീവിക്കേണ്ടത്. പക്ഷെ എത്രത്തോളം ബാക്കി ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ ആൾക്കാരത് ശ്രദ്ധിക്കുന്നു എന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും വേണ്ടി നമ്മുടെ പുരോഹിതന്മാർ, ഇപ്പം ക്രിസ്ത്യൻസിൽ അച്ഛന്മാരാണെങ്കിൽ, മുസ്ലിംസിൽ നബികളാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുരോഹിതന്മാർ ശരിക്കും ബാക്കിയുള്ള ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള നിലയിലാണ് ബ്രാഹ്മണർ നമുക്ക് വേണ്ടി മന്ത്രം ജപിക്കുന്നത്. അപ്പോൾ ശരിക്കും അവരുടെ ഒരു കമ്മ്യൂണിറ്റി റൈറ്റ് ആണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് ഒരു അപ്പീലിടുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആവണി അവിട്ടം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് ഒതുക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ. അതിനൊരു പ്രത്യേക ദിനം വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമുക്ക് ആരും പെർഫെക്റ്റ് അല്ല, ഒരു മനുഷ്യനും പൂർണ്ണനല്ല, എല്ലാവരുടെ ഭാഗത്തും എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം തെറ്റുകൾ ദൈവത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്യുക, പശ്ചാത്താപമാണ് ഏറ്റവും നല്ല മരുന്ന് എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പശ്ചാത്താപിച്ച് അതിനെ പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു ദിനം, അത് ഇങ്ങനെ ഒരു പ്രത്യേക ദിനം ബ്രാഹ്മണർ തിരഞ്ഞെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ദിനം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കാം. അല്ലെങ്കിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് വേണ്ടി മാത്രം എന്നുള്ളൊരു സ്വാർത്ഥ താല്പര്യം, അല്ലെങ്കിൽ നമ്മുടെ കാമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് വരുമ്പോഴാണ് ശരിക്കും അതിനൊരു ചെറിയൊരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൈഡ് ഓഫ് ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഒരു ഈവിൾ ടച്ചോ എല്ലാം വരാനുള്ള സാധ്യത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണർ നമുക്ക് വേണ്ടി അർച്ചിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇതം ന മമ, ഇത് എനിക്ക് വേണ്ടിയല്ല, ഇത് ബാക്കിയുള്ള മുഴുവൻ ലോകത്തിന് വേണ്ടി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഇന്ത്യൻ പ്രിൻസിപ്പിൾ ശരിക്കും അധികം പ്രാവർത്തികമാക്കുന്നത് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെയാണ്. അതെ. അപ്പം സോമായ ഇതം മമ ജുഹോമി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അർച്ചിക്കുന്നു, ഇത് ബാക്കിയുള്ള എല്ലാ ലോകത്തിനും വേണ്ടി ഞാൻ അർച്ചിക്കുന്നു എന്നുള്ള നിലയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പലി നമ്മളെല്ലാവരും എൻ്റെ സ്വാർത്ഥ താല്പര്യമല്ല, ഒരു ഒരു ബിഗർ വേൾഡ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രവൃത്തികൾക്ക് അതിൻ്റെതായ ഒരു റേഡിയൻസ് ഉണ്ട് അല്ലേ? അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് പ്രണവ്. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ദശാകാലത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദശാകാലം ബാക്കി വിടുന്ന് പറയാമോ സർ? അപ്പോൾ നമ്മൾ ചന്ദ്രദശയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ചന്ദ്രദശയ്ക്ക് 10 വർഷമാണ് അതിൻ്റെ ഒരു കാലഗണന പറഞ്ഞു. അപ്പോൾ ചന്ദ്രദശയ്ക്ക് അതേപോലെ തന്നെ ദുർഗയാണ് ദേവത എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമുക്ക് ചന്ദ്രദശയ്ക്ക് വെളുത്തുവാവ് കഴിഞ്ഞിട്ട് വരുന്ന പ്രഥമി, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, ഈ ദിവസം 4-ാം ദിവസമായ ചതുർത്ഥിയുടെ അന്ന് അതിൻ്റെ ഒരു കീർത്തനമുണ്ട്. ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നത്. അതിങ്ങനെയാണ്: ഓം നമോ ഭഗവതേ ഓം ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മി പ്രിയ സഹോദര ഹരം മകുട ബാലനാം ബാലചന്ദ്ര നമോ നമ. ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ കാരണം പലരും പറയാറുണ്ട് ഞങ്ങൾ പേനയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും കഴിഞ്ഞു പോയി എന്ന് പറയും. അപ്പോൾ നിങ്ങളെപ്പോഴും പ്രോഗ്രാം കാണാനിരിക്കുമ്പോൾ എന്തെങ്കിലും എഴുതാനുണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നാൽ ഈ പരാതി ഒഴിവാക്കാൻ സാധിക്കും. ഓം നമോ ഭഗവതേ ഓം ഓം ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മി പ്രിയ സഹോദര ഹരം മകുട ബാലനാം ബാലചന്ദ്ര നമോ നമ. ഇത് ചതുർത്ഥിയുടെ അന്ന് നിലാവ് വെച്ച് നിൽക്കുമ്പോൾ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചന്ദ്രദശാകാലം കുറേ കൂടി നമുക്ക് അനുകൂലമായിട്ട് പ്രാവർത്തികമാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചന്ദ്രദശയ്ക്ക് ദുർഗയാണ് ദേവത. ദേവിക്ക് കടുംബായുസെല്ലാം കൊടുത്ത് ഭാഗ്യസൂക്തം കൊടുത്ത് ദേവിനെ പ്രകീർത്തിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ ചന്ദ്രദശ എന്ന് പറയുന്ന ഏറ്റവും സൗഭാഗ്യ കാലഘട്ടം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അടുത്തത് ചൊവ്വയുടെ ദശാകാലമാണ്. മകീരം, ചിത്തിര, അവിട്ടം, ഈ 3 നക്ഷത്രങ്ങളാണ് അതിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ. 7 വർഷമാണ് ദശാകാലം. ചൊവ്വയുടെ ദശാകാലം 7 വർഷമാണ്. അപ്പോൾ ചൊവ്വ കഠിന
അതായത് പാപഗ്രഹമാണെങ്കിൽ പോലും ചൊവ്വയുടെ 7 വർഷമെല്ലാം നമുക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകൾ, അതായത് ഭൂമി വാങ്ങുക, വീട് വയ്ക്കുക, ഇങ്ങനെയുള്ള ആ ഒരു 7 വർഷം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ചൊവ്വയുടെ ദശ കടക്കുമ്പോൾ നമുക്ക് വീട് എന്ന് പറയുമ്പോൾ ഈ ദശയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക. ചില ആചാര്യന്മാരൊക്കെ വളരെ നിശ്ചിതമായിട്ടൊക്കെ വിമർശിക്കാറുണ്ട്. അതായത് ആയില്യ നക്ഷത്രം അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രം അല്ലെങ്കിൽ രോഹിണി നക്ഷത്രമൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ, അതായത് മാസികകളിലൊക്കെ എഴുതുമ്പോൾ ഈ ആയില്യ നക്ഷത്രക്കാരന് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്, പിന്നെ വാഹനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെയുള്ള ആചാര്യന്മാർ നിരീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് 84 വയസ്സായ ആയില്യങ്കാരന് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. എഴുതിയിരിക്കുന്ന എന്താണ്? ആയില്യം നക്ഷത്രത്തിനെ പറഞ്ഞോളൂ. വിവാഹം കാലഘട്ടത്തിലൂടെ നടക്കുന്ന, അതായത് വിവാഹ കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരാൾക്ക് മാത്രമേ ഇത് വിവാഹം നടക്കേണ്ട കാലമായിട്ട് ചിന്തിക്കേണ്ടുള്ളൂ. അല്ലാതെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന അപ്പാപ്പിന് ഈ സമയത്ത് വിവാഹം, അതാണ് യുക്തിവാദിയുടെ യുക്തിയാണ് ഇവിടെ. അവരങ്ങ് വിമർശിക്കുകയാണ്, എന്തിനേയും വിമർശിക്കാൻ വേണ്ടി ചാടിക്കയറി ഒന്ന് വിമർശിക്കുകയാണ്. കാരണം ആ ബുക്കുകളിൽ അതെഴുതി ഇതെഴുതി ജനത്തിനെ തെറ്റിപ്പിച്ചെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് കാതോർത്തിരിക്കുന്ന ഒരാളോടാണ് ഈ ആചാര്യൻ ഉപദേശിക്കുന്നത്. ആയില്യ നക്ഷത്രത്തിന് ഇപ്പോൾ വിവാഹ സമയമാണ്. അല്ലാതെ മൂക്കിൽ പഞ്ഞു വയ്ക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളോട് ഈ സമയത്ത് വിവാഹകാലമാണ്, അതായത് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സുവർണ്ണകാലം എന്ന് പറയുമ്പോൾ പഠിക്കാത്ത ഒരാളോട് ഇത് പറയേണ്ട കാര്യമുള്ളൂ, കുട്ടികളോടാണ് പറയുന്നത്. അപ്പോൾ കുട്ടീനോട് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ കുട്ടിയോട് പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് അവിടുത്തെ മാതാപിതാവിനോടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അപ്പോൾ അതേപോലെ ഈ യുക്തിവാദികളോട് ഇതിനൊന്നും നമുക്ക് മറുപടി അറിഞ്ഞ് നിൽക്കാൻ നേരം ഉണ്ടാവില്ല. കാരണം അവരുടെ യുക്തിക്ക് അവരുടെ ബുദ്ധിയിൽ അത്ര ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവർ ഈ വേണ്ടാത്തതിനൊക്കെ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ജ്യോതിഷം എന്ന് പറയുന്ന ഈ ശാസ്ത്രത്തെ മെക്കിട്ടുകാർ കയ്യടി നേടാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഈ അടുത്തൊരു സംഭവം അങ്ങനെ ഉണ്ടായതുണ്ട്. ഓരോ വിദ്വാൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ജ്യോതിഷത്തെക്കുറിച്ച് മാത്രം എന്നിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ സദസ്സിലിരിക്കുന്നവർ മുഴുവൻ കയ്യടിയും. കാരണം എന്താ? ഇവർക്ക് 25, 27, 30 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും ഇവരുടെ ഗുണഭോക്താക്കളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ യുക്തി കൂടുന്നുണ്ട്. നല്ല ചോര തിളപ്പാണ്. ഈ ചോര അങ്ങ് തിളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആചാര്യന്മാർ പറയുമ്പോൾ കരഘോഷം ഉണ്ടാവും, ഉത്സാഹിപ്പിക്കും. ഇതന്നെ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു തഹസീൽദാർ വന്നപ്പോൾ അവരൊക്കെ വളരെ വേദനയോട് പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് സാധിക്കാതെ പോയി. അടുത്ത ജനറേഷൻ, അതായത് അടുത്ത തലമുറ ഇതൊരു ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് അവർ പറഞ്ഞത്. അടുത്ത തലമുറ ഇതിനെ വിപരീതമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും, ന്യൂ ജനറേഷൻ ഇതെല്ലാം രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, അവരൊക്കെ അങ്ങനെ ഉണർന്നു വരാനായിട്ട് ഒരു മാർഗ്ഗദർശനം കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാർ അങ്ങനെ ഒരു സിലബസ് പോലെയൊക്കെ വരുമെന്ന് ചോദിച്ചു. ഒരിക്കലും വരില്ല. പിന്നെ എങ്ങനെ വരും? അപ്പോൾ അവർ പറഞ്ഞു യൂട്യൂബ് കണ്ടുവരും. ഞാൻ പറഞ്ഞു ആര് യൂട്യൂബ്? ഇപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാം എത്ര പേര് യൂട്യൂബിൽ കാണും? അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ് പറഞ്ഞത്. നമ്മൾ നടക്കുന്ന കാര്യമില്ല. കാരണം യൂട്യൂബുകളിലൊക്കെ നമ്മൾ MB എന്ന് പറഞ്ഞാലൊക്കെ അറിയാലോ, ഇത്ര, അതായത് ഒരു K എന്ന് പറയുന്നത് തന്നെ 1000 പേര് കാണുമ്പോഴാണ്. ഇത് MB ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷത്തിലേക്ക് കടക്കുമ്പോഴാണ് കിടക്കുന്നത്. അപ്പോൾ 10 ലക്ഷം വരുമ്പോൾ ഒരു MB എന്ന് പറയുമ്പോൾ അതെല്ലാം ഇങ്ങനെയുള്ള MB ഒക്കെ നമ്മൾ യൂട്യൂബിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഈ MBയിലൊക്കെ വരുന്നത് എന്തായിരിക്കും? അങ്ങനെ വരുന്നതെല്ലാം കാവ്യമാധവൻ മൂക്കിയിട്ട് കളഞ്ഞു, മഞ്ജു വാര്യർ തുമ്മിപ്പോൾ സംഗതി മൂക്കട്ട പോയില്ല, അതിന് പകരം എന്തൊക്കെ പോയി, ഇങ്ങനെയുള്ള എപ്പിസോഡുകളാണ് കൂടുതലും കുട്ടികൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. നശിച്ച് താഴേക്ക് പോയ, അത്ര നശിച്ച് നാരണക്കല്ല് പറിച്ചു കഴിഞ്ഞ ദമ്പതികളൊക്കെ വരുമ്പോഴാണ് അവർ പറയുന്നത് അടുത്ത ജനറേഷൻ ഉയർത്തെഴുന്നേറ്റ് വരും, ഫിനിക്സ് പക്ഷിയെപ്പോലെ. അപ്പോൾ നമുക്ക് പറയാനുള്ള എന്താണ് അവരോട്? അവരുടെ കാലം കഴിഞ്ഞുകൊണ്ട് അവരുടെ ഒരു ആശ്വാസമാണ് ഇങ്ങനെയുള്ളതൊക്കെ ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞത്. അതെന്തായിരിക്കും ഇപ്പം അറിയാൻ കാരണം? അവർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഒരു നിവൃത്തിയില്ലാതെ വന്നുകൊണ്ട് തോന്നിയാണ്. ഇത് തന്നെ കുട്ടികൾക്ക് തോന്നില്ല. കാരണം കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, മരണഭയം മനുഷ്യന് തുടങ്ങുന്നത് 45 വയസ്സിലാണ്. ഇത് ജ്യോതിഷ കണക്കല്ല, ഇതൊരു പ്രകൃതിയുടെ കണക്കാണ്. 45 വയസ്സ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ മരണഭയം വന്നു തുടങ്ങും. എന്നാൽ 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സുള്ള കുട്ടികളൊക്കെ മരിക്കുന്നില്ലേ? ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു മരണഭയം ഉണ്ടോ? ഇവർക്ക് മരണഭയം ഇല്ല, പാരൻസിനാണ് മരണഭയം. കാരണം ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ, കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ മാതാപിതാക്കൾ പറയും മോനെ അങ്ങനെ ഓടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഈ ക്രൈസിങ്ങുള്ള ബൈക്കുകളൊന്നും ഓടിക്കരുത് എന്നൊക്കെ. അപ്പോൾ കുട്ടികൾ ഭയങ്കര ബലം പിടിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, കുട്ടിക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് കാർന്നവരെ തല്ലി അല്ലെങ്കിൽ കുത്തി ആശുപത്രിയിലാക്കി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പാരൻസ് എന്തുകൊണ്ടാണ് ഇത് മടിക്കുന്നത്? കുട്ടിയുടെ പ്രായം പക്വതക്കുറവുള്ളത് കൊണ്ട് ഈ മരണത്തിലേക്ക് പോകുമെന്നുള്ളൊരു ഭയം മാതാപിതാക്കൾക്കുള്ളത് കൊണ്ടാണ് അവർ തടയുന്നത്. പക്ഷെ കുട്ടിക്ക് ആ ഒരു പ്രായം വരണമെങ്കിൽ കുട്ടിയും ഇതേപോലെ ഒരു പിതാവാവണം. അതായത് ഈ ചോര തിളയ്ക്കാമെന്ന് പറഞ്ഞ പ്രായം 20 കഴിഞ്ഞ് 45 എന്ന് പറയുന്ന ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് എല്ലാവരും മരണഭയത്തിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ മുതൽ 45 മുതൽ മുകളിലേക്കുള്ള എല്ലാവരും മരണഭയം ഉള്ളവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചർമ്മക്കോളായിരിക്കും ആദ്യം നോക്കുക. അത് നോക്കിയിട്ട് എന്തായിരിക്കും? നോക്കിയിട്ട് ആദ്യം നോക്കുന്നത് ഇന്ന ആൾ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി മരിച്ചു, 91 വയസ്സ്. ഓ അപ്പോൾ കണക്കൂട്ട് 91
ഇപ്പോൾ 45, അപ്പം ഇനി 46 വർഷം കൂടി ജീവിക്കാം. ഇത് തന്നെ 72, അപ്പം ഇനി 27 ഉണ്ട്, 61, അപ്പോൾ 16 ഉള്ളൂ. ആ രീതിയിലേക്ക് ഞാൻ ഈ പറഞ്ഞ തമാശയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ വേണമെങ്കിൽ വിശകലനം ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള ഈ വാർത്തകൾ കാണുമ്പോൾ എല്ലാവരും, അതായത് ഇത്രയും പ്രായമാകുമ്പോൾ മാത്രമേ കണക്കൂട്ടുള്ളൂ. 45 മുതൽ മുകളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പ്രായം, അതെ 84, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ 94 പിറന്നാൾ ആഘോഷിച്ചു, ഉടനെ കണക്കൂട്ടും. അപ്പോൾ ഇനി നമുക്ക് 49 വർഷം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഭഗവാൻ കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ് ഇത്ര വർഷം വരെ ജീവിക്കാം. അപ്പോൾ നമ്മൾ പറയാൻ കാരണം ഇതെല്ലാം നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഏകദേശം മധ്യപ്രായമാകുന്ന തിരിച്ചറിവിൻ്റെ കാലഘട്ടം, അതായത് എന്ത് 20, ഏത് 30, ഇരുത്തം 40 എന്ന് പറയുന്ന ഇരുത്ത വയസ്സ് 40 വരുന്നുണ്ടെങ്കിൽ പോലും 45 പ്രകൃതിയുടെ കണക്ക് വരുള്ളൂ. ആ കാലഘട്ടം മുതലാണ് മനുഷ്യന് വെപ്രാളം തുടങ്ങി. ഇതേവരെ ജീവിച്ചിട്ടൊന്നും സേവ് ചെയ്തില്ല, കുട്ടികളെ പഠിപ്പിച്ചെത്തിച്ചില്ല, കുട്ടികളുടെ വിവാഹം, ഇങ്ങനെയുള്ള ആകുലതകളെല്ലാം വരുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുക, ഇതെല്ലാം കുറച്ചുകൂടി നേരത്തെ നമ്മുടെ കുട്ടികളെയൊക്കെ അറിയിച്ച് ആ രീതിയിലേക്ക് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വയസ്സാം കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യതയെല്ലാം ഒഴിവാക്കിയിട്ട് റിലാക്സായിട്ട് തന്നെ നമുക്ക് ജീവിച്ച് തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് ദശാകാലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് അതിൻ്റെ യഥാശക്തി വഴിപാടുകളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോവുക. അപ്പോൾ ചൊവ്വയുടെ ദശാകാലം 7 വർഷമാണ്. അതിൻ്റെ അതിദേവതകൾ സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. ഇതിന് വഴിപാടായിട്ട് സുബ്രഹ്മണ്യന് പഞ്ചാമൃതം അഭിഷേകം നടത്താം, അതേപോലെ പഞ്ചാമൃതം നിവേദ്യം നടത്താം, ഭഗവാന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം, അതേപോലെ ഭദ്രകാളിക്ക് കടുംപായസം നടത്താം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം. പിന്നെ ഭദ്രകാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുതി നിവേദ്യം നടത്താം. ഇത് പല ക്ഷേത്രങ്ങളിലും ഗുരുതി ഒന്നും ഭക്തനാവശ്യപ്പെട്ട നടത്തി കൊടുക്കാറില്ല. കാരണം ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും ഇവിടെ വിധിയില്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നമ്മൾ പല വഴിപാടുകളും പറയാൻ മടിക്കുന്നത്. കാരണം ഭദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടം ഗുരുതി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടം രക്തമാണ്. ചോര, കോഴിയുടെ ചോരയോ അല്ലെങ്കിൽ ആടിൻ്റെ ചോരയോ കൊടുത്തു കഴിഞ്ഞാൽ ദേവി പെട്ടെന്ന് പ്രസാദിക്കും. അതിന് പകരമായിട്ടാണ് നമ്മൾ മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയ ഗുരുതി നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ഭദ്രകാളിക്ക് ഗുരുതി നിവേദ്യം കൊടുത്താലും വഴിപാടിനൊക്കെ പെട്ടെന്ന് സ്പീഡുണ്ടാവും. അപ്പോൾ അങ്ങനെ 7 വർഷം ചൊവ്വയുടെ ദശാകാലത്ത് സുബ്രഹ്മണ്യന് ഷൺമുഖോ ഭൂമിപുത്രസ്യ എന്നാണ് പ്രമാണം. ഭൂമിയുടെ പുത്രനാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ ചൊവ്വയുടെ ദശാകാലഘട്ടത്തിൽ സുബ്രഹ്മണ്യന് വഴിപാടൊക്കെ ചെയ്ത് ശ്രേഷ്ഠതയോടുകൂടി പോയി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 7 വർഷം നമുക്ക് ഭൂമിയെല്ലാം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ എത്ര വേണമെങ്കിലും സേവ് ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ദശാകാലത്തിൻ്റെയും അതിദേവതകളെയും അതിൻ്റെ വഴിപാടൊക്കെ അറിഞ്ഞിരുന്നാൽ, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഇതെല്ലാം ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ സേവ് ചെയ്തിട്ട് ആ വയസ്സാവുന്ന കാലത്ത് കുട്ടികളെല്ലാം നമുക്ക് നേരെ തിരിഞ്ഞു വന്നാൽ പോലും നമ്മുടെ കയ്യിൽ മുതലുണ്ടെങ്കിൽ ഇതെല്ലാം വിറ്റ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമ്പത്തുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ പ്രകൃതി തരുന്ന ഭൂമിയിൽ പ്രകൃതി ഇറക്കുന്ന കൃഷി, അതും നമുക്ക് അനുകൂലമായിട്ട് പ്രകൃതി കനിഞ്ഞ് മഴയെല്ലാം നൽകി കഴിഞ്ഞാൽ അതിൽ കൃഷി ചെയ്താലും ജീവിച്ചൊക്കെ തീർക്കാം. അപ്പോൾ 7 വർഷം ചൊവ്വയുടെ കാലഘട്ടത്തിൽ ഭൂമി കിട്ടുന്നതിനൊക്കെ സാധിക്കും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും അതിദേവതകളായിട്ട് ഭജിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, പ്രണവം, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നിങ്ങളുടെ കത്തുകളാണ് ഇവിടെ ചർച്ചകളായി അല്ലെങ്കിൽ ചർച്ചാ വിഷയങ്ങളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കത്ത് പ്രത്യേകം വായിച്ചില്ല എന്ന് വിഷമിക്കേണ്ട. പരിപാടി സ്ഥിരമായി കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ തെക്കേ ഇന്ത്യക്കാർ ആവണി അവിട്ടമായിട്ടും വടക്കേ ഇന്ത്യക്കാർ രക്ഷാബന്ധനായും എല്ലാം ഇന്നത്തെ ഒരു ദിവസം ആഘോഷപൂരിതമാക്കുകയാണ്. ആഘോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും ഒത്തുചേരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്, പ്രത്യേക ചാരുതയുണ്ട് അല്ലേ? രക്ഷാബന്ധനാണെങ്കിലും ഒരു സഹോദര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആവണി അവിട്ടമാണെങ്കിൽ തങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാനായിട്ട് ഉള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യലാണ്. ലോകത്തെമ്പാടുമുള്ള ശരിക്കും എല്ലാ ബ്രദേഴ്സും ആഗ്രഹിക്കും. എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു ഫാമിലി സെറ്റപ്പിലൂടെ കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനോട് നമുക്ക് ചെലവഴിക്കാൻ പലപ്പോഴും പറ്റാറില്ല. മാത്രമല്ല ചെലവഴിക്കുന്ന സമയമാണെങ്കിലും വളരെ കുറവായിരിക്കും. കാരണം 100 കൂട്ടം തിരക്കുകളിലും അവരവരുടെ കുടുംബ ജീവിതത്തിലും ഒക്കെ എല്ലാവരും തിരക്കിലാണ്. അതെ. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു ചടങ്ങ് പൊതുവെ കോളേജുകളിലെല്ലാം ആണുങ്ങളെ പറ്റിക്കാനായിട്ടും അല്ലെങ്കിൽ ആണുങ്ങളെ കാലുവാരാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചടങ്ങാണെങ്കിലും അതിന് ഒരു കൾച്ചറൽ സെറ്റപ്പിൽ ഒത്തിരിയധികം സിഗ്നിഫിക്കൻസ് ഉള്ള
ഉള്ള ഒരു ചടങ്ങ് തന്നെയാണ് രക്ഷാബന്ധൻ എന്നുള്ളതും. ആവണിയവട്ടമാണെങ്കിലും പ്രിൻസിപ്പലി ശരിക്കും ഒത്തിരി അധികം സിഗ്നിഫിക്കൻസ് ഉള്ള നമ്മുടെ ധർമ്മങ്ങളോട് നമ്മൾ എത്രത്തോളം കൂറ് പാലിക്കുന്നു എന്നുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ ആണ്. അതെ, അപ്പൊ ഇങ്ങനെ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ആവണിയവട്ടം ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പൂർണ്ണമാക്കുകയാണ്. വീണ്ടും നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.